ഹലോ, ചിഞ്ചസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വേദവിക്രമനോട് സംസാരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ്. പിന്നെ കാണിക്കുന്നത് അച്ഛൻ വലിച്ചെറിഞ്ഞ സമ്മാനവുമായിട്ട് വിനായകന്റെ അടുത്തേക്ക് വരുന്ന നന്ദിനിയെയാണ്. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നന്ദിനി വിനായകനോട്. ഇത് കേട്ട വിനായകൻ പറയാണ്, നമുക്കും അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താലോ എന്ന്. ഇത് കേട്ട നന്ദിനി വിനായകനെ ഏറെ ശകാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജോലി കഴിഞ്ഞ് വളരെ അവശനായി വരുന്ന വിശ്വനെയാണ്. ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്നായിരുന്നു വിശ്വന്റെ മറുപടി. പിന്നെ കാണിക്കുന്നത് അച്ഛനും വേദയും പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വണ്ടിയിൽ പോകുന്ന വിക്രമിനെയാണ്. പിന്നെ കാണിക്കുന്നത് ഏറെ വിഷമിച്ചു നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് വരുന്ന സുധാകരനെയും. അമ്മയെ കണ്ടതും സുധാകരൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അവൻ കൊണ്ടുവന്ന സമ്മാനം വേണ്ടെന്ന് വെച്ചതിനാണോ പ്രശ്നമെന്ന്. എന്നാൽ ഇത് കേട്ട കമല പറയാണ്, വേണ്ടെന്ന് വെച്ചതല്ല, വലിച്ചെറിഞ്ഞതാണല്ലോ എന്നും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവനിൽ വാശി കൂടുകയാണെന്നും. ഇത് കേട്ട സുധാകരൻ പറയുന്നുണ്ട്, താൻ എന്തൊക്കെ പറഞ്ഞാലും അത് അവൻ നന്നാവണം എന്ന പ്രതീക്ഷയോടെ ആണെന്നും. ഏറെ സങ്കടത്തോടെയാണ് സുധാകരൻ അത് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസന്റെ വീട്ടിലെത്തിയ വിക്രമിനെയാണ്. എന്നിട്ട് ശ്രീനിവാസൻ വിക്രമിനോട് പറയുന്നുണ്ട്, യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒന്നായി ഞാൻ വിക്രമിനെയാണ് നിർദ്ദേശിക്കുന്നതെന്നും ഇനിയുള്ള കാലം നീ ഈ പാർട്ടിയുടെ ആളായി എന്നും പറയാണ്. ഇത് കേട്ട വിക്രം പറയുന്നുണ്ട്, ഇതിനൊന്നും തനിക്ക് പറ്റില്ല എന്നും തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കി തരണമെന്നും. പിന്നീട് കാണിക്കുന്നത് കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചിരിക്കുന്ന വിക്രമിനെ. വിക്രം പറയുന്നുണ്ട്, തനിക്ക് സ്വന്തമായി അധ്വാനിച്ച് കുറച്ച് ക്യാഷ് വേണമെന്ന്, എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ശരിയാക്കി തരണമെന്നും. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്ന സുധാകരനെയും കമലയുമാണ്. അങ്ങനെ ഇന്നത്തോടെ പവിത്രത്തിന്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.